ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പെറ്റൽ ആൻഡ് പേസ്റ്റ്. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു ലാംഗ്വേജിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള കവായി ജേർണൽ സപ്ലൈസിൻ്റെ DIY വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. സോ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം ഇത് ഇപ്പോൾ കണ്ട പോലെ തന്നെ കുറച്ച് പാറ്റേൺ പേപ്പേഴ്സ് ആണ്. ഈ പാറ്റേൺ പേപ്പേഴ്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഒരു പേപ്പർ എടുക്കാനായിട്ട് ഞാൻ 4 ആയിട്ട് മടക്കുന്നുണ്ട്. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പേപ്പേഴ്സിലൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ക്യൂട്ടായിട്ടുള്ള പാറ്റേൺസ് വരച്ചെടുക്കുക. ബിക്കോസ് നമ്മൾ കവായി ജേർണൽ സപ്ലൈസാണ് ഉണ്ടാക്കുന്നത്. അത്രയേ ഉള്ളൂ പാറ്റേൺ പേപ്പേഴ്സ്. പക്ഷേ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലേക്കാം. ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് മാത്രം ഉണ്ടാക്കുന്ന ഈ ഒരു ക്ലിപ്പിന് ഞാൻ ഒരു 10 മിനിറ്റോളം ഉണ്ടായിരുന്നു. അതിനെയാണ് ഞാനൊന്ന് കട്ട് ചെയ്ത് വെട്ടി കുറച്ച് ചെറിയൊരു ലെങ്താക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഞാൻ ഈ ഒരു കവായി ജേർണൽ സപ്ലൈസിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ള സ്കെച്ചോ ക്രയോൺസോ ഒന്നുമല്ല. മെയിനായിട്ട് ഒരു പേസ്റ്റൽ കളർ പെയിൻറ്റിൻ്റെ സെറ്റാണ്. ഇതൊരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. ഇങ്ങനെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണ്ട ഒരു മസ്റ്റ് ഹാവ് ഐറ്റമാണ്. എൻ്റെ ഒരു അടിപൊളി ഐറ്റമാണ്. ജസ്റ്റ് 150 റുപ്പീസ് ചെയ്തുള്ളൂ. ഞാൻ ഇത് ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ പാറ്റേൺ ഗ്രിഡാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതാദ്യം ഞാൻ സ്കെച്ചൊക്കെ വെച്ചാൽ വരച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോയിൽ തീരെ കാണുന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിലും എനിക്ക് കുറച്ച് ഭയങ്കര ലൈറ്റായിരുന്നു. പിന്നെ ഞാൻ പെയിൻറ്റ് വെച്ച് വരച്ചു. പണ്ട് മുതൽ എനിക്ക് ഇതുപോലത്തെ പോയിൻറ്റ് ടിപ്പ് വരുന്ന ബ്രഷ് വെച്ച് ഇങ്ങനത്തെ എന്താ പറയുക കട്ടി കുറഞ്ഞ സംഭവങ്ങൾ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കുറേയൊക്കെ ആ ഒരു ഗ്രിഡിൽ പോയത്. ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു യെല്ലോ ഗ്രിഡ് വരച്ചിട്ട് അതിൽ കുറച്ച് യെല്ലോ ഹാർട്ട്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം വരച്ച ആ ഒരു പിങ്ക് ഗ്രിഡ് ഉണ്ടല്ലോ, അത് ഞാൻ എപ്പോഴൊക്കെ പാഷൻ പേപ്പേഴ്സ് ഉണ്ടാക്കുന്നു അപ്പോഴൊക്കെ ചെയ്യുന്നൊരു ഡിസൈൻ. ആ രണ്ടാമത് ചെയ്ത ആ ഒരു ഗ്രിഡിൽ ഹാർട്ടിൻ്റെ ആ ഡിസൈൻ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡായിട്ട് ചെയ്യുന്നതാണ്. ഇതും ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നൊരു എനിക്കറിയാവുന്നൊരു പാറ്റേൺ. എപ്പോഴൊക്കെ കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നു അപ്പോൾ ചെയ്യുന്ന പാറ്റേൺ പേപ്പേഴ്സിൽ ഉള്ളൊരു ഡിസൈനാണ്. ലാസ്റ്റ് ടൈം ഞാൻ കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയ ടൈമിൽ ഞാൻ കവായി ജേർണൽ സപ്ലൈസ് എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് കവായി സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സ് മാത്രമേ അന്നൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിലും ഞാൻ ഇതേ സെയിം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് പീച്ച് കളർ വെച്ചിട്ടാണ്. അന്ന് ഞാൻ പിങ്ക് കളർ ട്യൂലിപ്സൊക്കെ ആയിരുന്നു വരച്ചു കൊടുത്തത്. ഈ ഒരു ഡിസൈനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ സ്വന്തം ക്രിയേറ്റിവിറ്റി ബുദ്ധിയിൽ വന്നൊരു ഡിസൈനാണ്. അപ്പം അതുമൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിച്ച് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. വേറൊന്നുമല്ല, ഒരു 4 ദിവസത്തോളം 3-4 ദിവസം തൊടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഫുള്ള് ഞാൻ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 10-12 മണിയാകുമ്പോൾ എണീച്ച് വന്നിട്ട് 12 മണിക്ക് തുടങ്ങി 4 മണിക്ക് തന്നെ വേഗം അവസാനിപ്പിക്കും ആ ഷൂട്ടിങ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ വെക്കാം. അതിനിടയ്ക്ക് ഞാൻ കറങ്ങിയടിച്ച് TV കണ്ട് അങ്ങനെ അങ്ങ് കളിച്ച് ചിരിച്ച് നടക്കുകയും ചെയ്യും. അപ്പോഴത്തേക്കും ആണെങ്കിൽ ഈ ഒരു ടൈമിനിടയിൽ ഇതൊന്നും ഈ കളിയും ചിരിയും ഇല്ലാതെ ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്താൽ തന്നെ ഈ 4 ദിവസമൊന്നും ഇല്ലാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വീഡിയോ. ഒരു 2 ദിവസമൊക്കെ മതി ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഒരു ദിവസം നമ്മൾ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നു, പിന്നെ 2ാമത്തെ ദിവസം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു ഇതല്ലായിരുന്നു. എനിക്ക് വൈകിട്ട് കറക്റ്റ് എന്താണെന്നല്ല ഒരു 4 മണിയാകുമ്പോൾ തന്നെ എൻ്റെ മൂഡ് പോകും. പിന്നെ ഞാൻ ആ ക്രാഫ്റ്റ് എല്ലാം ചെയ്തത് തന്നെ അവിടെ ഇട്ടിട്ട് പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാം ഒതുക്കിയിട്ട് തിരിച്ച് പോയി കിടന്ന് ഉറങ്ങും. ഇത് തന്നെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ചാനലിൽ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാലങ്ങളായി അപ്ലോഡ് ചെയ്തിട്ട് എനിക്കൊന്ന് ലാസ്റ്റ് ഏപ്രിൽ തന്നെയാണ് ലാസ്റ്റ് എന്തോ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മയില്ല. പിന്നെ ഷോർട്സ് വളരെ കുറവാണ്. കൂടുതലും വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതും ചില ഇടയ്ക്കൊക്കെ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ലോങ് വീഡിയോയുടെ ഷൂട്ടിങ് കാര്യങ്ങൾ എഡിറ്റിംഗ് ഒക്കെ കാരണമാണ്. മെയിനായിട്ട് വീഡിയോ എടുക്കുന്നതിന് ഒരു ഷൂട്ടിങ് കാര്യമാണ് ഇത്രയും ലാഗായി പോയത്. ലോങ് വീഡിയോ എടുക്കുന്നതിനൊപ്പം തന്നെ ഷോർട്സും ചെയ്യണമെന്നൊക്കെ ഇതായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇനി മുതൽ ഈ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ശേഷം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ക്രാഫ്റ്റൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ അത് പറഞ്ഞു നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സാധാരണ ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിൽ എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ഭയങ്കര എഡിറ്റിംഗ് പ്രോസസ്സൊന്നുമില്ല. ജസ്റ്റ് ഇൻട്രോ ചെയ്യുക, പിന്നെ ലാസ്റ്റ് എൻഡിങ്ങിൽ താങ്ക്സ് ഫോർ വാച്ചിങ് കൊടുക്കുക, പിന്നെ ഇടയ്ക്ക് പ്രിവ്യൂ കൊടുക്കുക വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ. ഇതൊക്കെയാണ് എനിക്ക് എഡിറ്റുള്ളൂ. പിന്നെ വോയിസ് ഓവർ, അതുകൊണ്ട് തന്നെ എനിക്ക് നോർമൽ ഇത് കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു ലോങ് വീഡിയോ അങ്ങനെയല്ല. ഇത് ഭയങ്കര ലെങ്ത്, ഒരു 10-25 മിനിറ്റൊക്കെ ഉള്ളൊരു ലോങ് വീഡിയോ ആയിട്ട് മാറേണ്ടതാണിത്. അപ്പോൾ അതിന് അത്രയും ലെങ്ത് കുറച്ച് ആവശ്യമില്ലാത്ത കുറേ പോർഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എഡിറ്റിംഗ് തന്നെ കുറേ ടൈം വേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലാഗ് അടിച്ചത് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പാറ്റേൺ പേപ്പർ ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ ഈ ഒരു ലവ് ഹാർട്ടിൻ്റെ ഡിസൈനാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്ക് കറണ്ട് പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സ്ട്രോബെറി പാറ്റേൺ പേപ്പറിൻ്റെ ഡിസൈൻ കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് റെഡ് കളർ സ്ട്രോബെറീസ് വരച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ലീവ്സ് വരച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു പാറ്റേണും. പിന്നെ ഗൈസ് ഞാൻ ലാസ്റ്റ് ഇതിന് ബോർഡറായിട്ട് റെഡ് കളർ സ്കെച്ച് വെച്ചൊന്ന് ബോർഡറും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രീ ഹാൻഡായിട്ട് ജസ്റ്റ് ഒന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ അല്ല വരച്ചത്, കുറച്ച് ലാസ്റ്റ് ആയപ്പോഴാണ് വരച്ചത്.
അതിനുശേഷം ഞാൻ കുറച്ച് നമ്മുടെ സ്ട്രോബെറി തോന്നുന്നുണ്ടേ അതിന് വേണ്ടി കുറച്ച് ഇങ്ങനത്തെ കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ടോട്ടലി 8 പാക്കിംഗ് പേപ്പേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടമായോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന സാധനം കുറച്ച് അടിപൊളിയായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ്. ഇതുണ്ടാക്കാൻ വേണ്ടി പിൻട്രസ്റ്റിൽ പോയിട്ട് ഞാൻ കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നുണ്ട്. വേണം നിങ്ങൾക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ സ്റ്റിക്കേഴ്സിൻ്റെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. സാധാരണ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ടൈപ്പ് സ്റ്റിക്കേഴ്സാണ്. ഞാൻ കുറേ കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സമ്മർ വെക്കേഷന് സ്കൂളൊക്കെ അടച്ചപ്പോഴത്തേക്കും എനിക്ക് ഏപ്രിലിൽ ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കവായി ജേണൽ സപ്ലൈസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാക്കാൻ ഇപ്രാവശ്യം വിചാരിച്ചു. അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാക്കുമ്പോഴും ഞാൻ പിൻട്രസ്റ്റാണ് ഹെൽപ്പ് ആയിട്ട് എടുക്കുന്നത്. അപ്പോഴൊക്കെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സിൻ്റെ ഫീൽഡിൽ വന്ന് കിടക്കും. അന്നൊന്നും ഞാൻ അത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഇതുണ്ടാക്കാമെന്ന്. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഈ സ്റ്റിക്കേഴ്സ് ഞാൻ മുൻപ് ഉണ്ടാക്കിയിട്ടൊരു ഓർഗനൈസർ ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ ചാനലൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ കുറച്ച് ക്യൂട്ടാക്കാൻ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി. അതിൽ ഞാൻ ബോർഡറായിട്ട് കൊടുത്തത് ബ്ലാക്ക് കളറ് നമ്മുടെ പെൻ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ ബോർഡറൊക്കെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ബ്ലൂ സ്കെച്ച് വെച്ചിട്ടാണ് കൊടുത്തത്. ആൻഡ് ഗൈസ്, അത് വളരെ നല്ലൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു. ബിക്കോസ് ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, ഒരു പ്രിൻ്റ് എടുത്തൊരു എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഇത് ട്രേസും കൂടെ എടുത്ത് വരച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ അത്രയും ഒരു എഫക്റ്റ് കിട്ടിയത്. പിന്നെ ഗൈസ്, വരയ്ക്കാൻ അറിയുന്നവരൊന്നും ട്രേസ് എടുക്കുന്ന ആ ഒരു പണിയിലോട്ട് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഗൈസ്, ഞാൻ എന്ന് മുതലാണ് ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പഠിച്ചത്. അന്ന് മുതൽ ട്രേസിങ് ഒരു ശീലമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്തായാലും നമ്മൾ അതിനേശെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്യുമ്പോഴത്തേക്കും സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണമെന്നില്ല, എന്നാലും സ്പേസ് കുറച്ച് വിട്ട് കട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുക്കുക. ഇത് എക്സാക്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റൊന്നും അല്ല, എൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ബൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ചെയ്യണം. ഇനി നമ്മൾ സെല്ലോ ടാപ്പ് എടുത്തതിന് ശേഷം അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കറക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പറ്റുമെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടാലും മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും ഷോർട്ട് വീഡിയോയിൽ അത് കാണിച്ചു തരാം, കുറച്ചുകൂടെ ക്ലാരിഫൈ ആയിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്റ്റിക്കറിൻ്റെ പിറകെ ഒട്ടിക്കുക. ഇങ്ങനെ ഒട്ടിക്കുമ്പോഴത്തേക്കും എന്താ പറയുക, ബാക്കിലും ഒട്ടിക്കാൻ പറ്റും. ഇങ്ങനെ കണ്ടോ, ഇവിടെയും സ്റ്റിക്കി പോർഷനായിട്ട് കിട്ടും നമുക്ക്. ഇനി ഇവന്മാരെല്ലാത്തിനും അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ ഓരോന്നായിട്ട് ഒട്ടിക്കാം. ഞാൻ യൂട്യൂബിലും പിൻട്രസ്റ്റിലും നോക്കിയപ്പോഴത്തേക്കും ആരും ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഞാൻ നോർമലി കവർ സ്റ്റിക്കർ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ വലിയ ടൈപ്പ് ഓഫ് സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ, നല്ല വിത്തുള്ള, അതിലൊട്ടിച്ചിട്ട് ലാമിനേറ്റ് ചെയ്ത സ്റ്റിക്കേഴ്സ് പോലെ ഉണ്ടാക്കലും. എന്തായാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ വന്നത് കുറച്ച് വാഷി ടേപ്സ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് ഒട്ടും ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്ത, കവായി ജേണൽ സപ്ലൈസിൽ ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ വാഷി ടേപ്സ്. പക്ഷേ ഇന്ന് ഞാനത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. ഒന്നാമത്തെ വരുന്നത് ഈ ഒരു പെയിൻ്റ് അടിക്കൽ പ്രോസസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തത്. എന്നിട്ടും ഞാനത് ചെയ്തു. ഈ പെയിൻ്റൊക്കെ അടിക്കുന്നതിന് നമ്മൾ കുറച്ച് ലൈൻസ് വരച്ചെടുക്കുമല്ലോ ഇതിൽ, എന്നിട്ട് കട്ട് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കലായിരിക്കും കുറച്ചുകൂടെ സിമ്പിൾ. പക്ഷേ എനിക്കെപ്പോഴും ഇത് ശീലിച്ചുകൊണ്ട് എനിക്കിത് അങ്ങനെ സിമ്പിളായിട്ട് തോന്നില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ കുറച്ച് സ്ട്രോബെറി ഡിസൈനാണ് ചെയ്തത്. പക്ഷേ കണ്ടിട്ട് സ്ട്രോബെറി ഒന്നും പോലെ തോന്നില്ല, തക്കാളി പോലെയാണുള്ളത്. അങ്ങനെയെല്ലാം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് എടുത്തതിന് ശേഷം, ഒരു പേപ്പറിൻ്റെ സൈഡ് എടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ ചെയ്തതിന് ശേഷം അത് രണ്ടും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ഉള്ളൊരു വാഷി ടേപ്പ് ഇട്ടു. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത്ര ലെങ്ത് ഒന്നും വേണ്ടാന്നാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോഴാണ് ഗൈസ് ഇങ്ങനൊരു സംഭവം നടന്നത്. പെയിൻറ്റ് മുറിഞ്ഞു ഗൈസ്. എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ടേബിളൊന്നും ആയില്ല, കറക്റ്റ് ഒരു പേപ്പർ തന്നെ വന്ന് വീണു. ഈ ഒരു പെയിൻറ്റ് വീണതൊരു നിമിത്തമായിട്ടാണ് എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പെയിൻറ്റ് മറിഞ്ഞു വീണതുകൊണ്ടാണ് നമ്മളൊരു റെഡ് വാൾ മേക്ക് ഓവർ എന്ന് പറഞ്ഞ് കുറച്ച് വാൾ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പെയിൻറ്റ് വേസ്റ്റ് ആക്കാനല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ചാനലിൽ 9 സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കൂടുകയും ചെയ്തു. 128 ആയിരുന്നു, 138 ആയി. ആൻഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു റെഡ് വാൾ മേക്കർ വീഡിയോ 1.7K വ്യൂസ് മേടിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പെയിൻറ്റ് വീണത് എനിക്ക് വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഗൈസ്, നമ്മുടെ ഒരു വാഷ് ഷീറ്റ് ഇപ്പോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഈ ഡിസൈൻ ഞാൻ സ്വന്തമായിട്ട് എൻ്റെ മനസ്സിലുള്ളതാണ്. ഇന്ന് ചെയ്തിട്ടുള്ള എല്ലാ ഡിസൈനും, ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ ഒരു 4 വാഷ് ടേപ്പും എൻ്റെ സ്വന്തം ഡിസൈനുള്ളതാണ്. ഞാൻ ഈ പിൻട്രസ്റ്റിൽ പോയി വാഷി ടേപ്പിൻ്റെ ടെംപ്ലേറ്റ്സും ഡിസൈൻസൊക്കെ സെർച്ച് ചെയ്യുമെങ്കിലും എനിക്ക് എന്താ പറയുക, ഒന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടില്ല എന്നല്ല, എനിക്ക് ചെയ്യാനുള്ള കളേഴ്സും പെയിൻസൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിൽ ചെയ്യും. ഇപ്പോൾ ചെയ്യുന്നത് പിങ്ക് കളർ ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് പോൾക്കോ ഡോട്ട്സ് ആണ്. ഞാൻ ആ ഒരു ബ്ലൂയിൽ സ്ട്രോബെറി വരുന്നതിൽ മുമ്പ് ഞാൻ ഇതേപോലെ പിങ്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ റെഡ് കളർ ബോ ഡിസൈനൊക്കെ വരുന്ന രീതിയിലാണ് ചെയ്യാറുന്നത്. പക്ഷേ എല്ലാം ഫ്ലോപ്പായിപ്പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പിങ്കിൽ പോൾക്കോ ഡോട്ട് ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോൾ ചെയ്യുന്നതും എൻ്റെ സ്വന്തം ഡിസൈനാണ്. കുറച്ച് ലാവൻഡർ വന്നിട്ട് ലാവൻഡർ അത് തന്നെയാണ് ഡിസൈൻ. ഈ ഒരു ഡിസൈൻ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ വാട്സാപ്പിൽ ഇമോജി സെക്ഷനിൽ ഇതുപോലൊരു ലാവൻഡർ ആണല്ലേ, ആ ലാവൻഡറിയാണ് എൻ്റെ മനസ്സിലായിട്ട് ഞാൻ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
നെക്സ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു യെല്ലോ കളർ, ഭയങ്കര ലൈറ്റ് യെല്ലോ ആണ്. ആ ഒരു പെയിൻറ്റ് ബോട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ബട്ടർ കപ്പ് യെല്ലോ എന്നായിരുന്നു നെയിം. ഈ ഒരു സ്കിൻ കളർ കിട്ടിയത് ബട്ടർ കപ്പ് യെല്ലോയും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തപ്പോൾ കിട്ടിയ കളറാണ്. ഇതും എൻ്റെ സ്വന്തം ഡിസൈനാണ്. അങ്ങനെ ആ ഒരു വാഷ് ടേപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വാഷ് ടേപ്പ് മാത്രം ഞാൻ ഫുൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കുന്നുണ്ട്. ഉപ്പ് ഉണ്ടാക്കിയ 4 നമ്മൾ ഇന്ന് ഉണ്ടാക്കിയതാണ്. ഈ ഒരു ചെറിയ ഡിസൈൻ ഞാൻ മുമ്പ് ഉണ്ടാക്കിയതാണ്. ഇതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബൈ ദ വേ ഈ ഒരു ഡിസൈനും സ്വന്തം ഡിസൈൻ ആട്ടോ. നെക്സ്റ്റ് ഉണ്ടാക്കാൻ മതി കുറച്ച് വാഷി സ്റ്റിക്കേഴ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഇതുപോലെ കുറച്ച് സംഭവങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബാൻഡേഡ് ഉണ്ടല്ലോ അതിൻ്റെ ഷേപ്പിലും വാഷ് സ്റ്റിക്കേഴ്സ് ചെയ്തെടുക്കാം. ബിക്കോസ് ഞാൻ പിൻട്രസ്റ്റിൽ അങ്ങനത്തെ കുറച്ച് ഡിസൈൻസും കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കെന്തോ ഈ വാഷി ടേപ്സ് ഇങ്ങനെ കീറി എടുക്കുമല്ലോ നമ്മൾ, കട്ട് ചെയ്തെടുക്കില്ല കൈ കൊണ്ട്. അങ്ങനെ ഒരു രൂപത്തിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ സിഗ്സാഗ് ആയിട്ട് സൈഡുകളിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫസ്റ്റ് ഡിസൈൻ പിങ്ക് വരച്ചതിൽ കുറച്ച് ഹാർട്ട്സ് ആണ്. നെക്സ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഗ്രീൻ ഇട്ടിട്ട് അതിൽ കുറച്ച് ലീവ്സ് ആണ്. പിന്നെ ഞാൻ ചെയ്തത് പീച്ച് കളറിലെ കുറച്ച് ഗ്രിഡ്. ഇപ്പോൾ ചെയ്യുന്നത് ലാവൻഡറിൽ കുറച്ച് പോൾക്കാർഡ്. അപ്പോഴാണ് ഇത് ഇങ്ങനൊരു സംഭവം നടന്നത്. അതായത് ഞാൻ കുറേ കാലം കൊണ്ട് വിചാരിക്കുകയാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു ബിഹൈൻഡ് ദ സീൻസ് ചെയ്യണമെന്ന്. കാരണം ആ ഒരു സൈക്കിളിൽ കേസ് അത്ര കഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ എടുക്കുന്നത്. എന്തായാലും ഒരു ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ചെയ്തത് ആ ഒരു ബ്ലൂ കളർ ഉണ്ടല്ലോ, അത് അക്വാ ബ്ലൂ ആട്ടോ. അതടിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഫ്ലവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചെയ്യുന്നത് യെല്ലോയിൽ കുറച്ച് ലൈൻസ് വരച്ചിട്ട് അതിൽ കുറച്ച് ബോ ഡിസൈൻ. ഇതുമെല്ലാം എൻ്റെ സ്വന്തം ഡിസൈനാണ്. നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് ലേബിൾസ്. ഇത് സ്വന്തം ഡിസൈനൊന്നും അല്ല, ഇത് ഞാൻ പിൻട്രസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ 2 ഹേർട്ട് വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. എന്നിട്ടൊരു വാട്ടർമെലൺ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ട വാട്ടർമെലൺ ആയിട്ടും തോന്നില്ല. അപ്പോൾ നമ്മളത് പെയിൻ്റൊക്കെ അടിച്ച് സെറ്റായി വരുമ്പോഴേ വാട്ടർമെലൺ ആയിട്ട് തോന്നുള്ളൂ. ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്താട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ ജേർണൽ ബുക്കിലൊക്കെ, അതായത് ഞാൻ ജേർണൽ ഫ്ലിപ്പ് ത്രൂ എന്ന് പറഞ്ഞ എൻ്റെ മറ്റേ ഒരു ഗ്രീൻ ബുക്ക് ഉണ്ടല്ലോ, അതിലും ഞാൻ ഇങ്ങനെ കുറച്ച് ലേബിൾസ് എന്നൊക്കെ പറഞ്ഞ് ഏതൊരു പേജിൽ ലേബിൾസ് വരച്ചിട്ടുണ്ട്. ഞാൻ ഒരു ക്ലൗഡ് വരച്ച് സ്റ്റാറിൻ്റെ അത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്നത് എനിക്കെന്താ മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. എനിക്കൊന്ന് പേപ്പർ ഫോൾഡ് ചെയ്ത് അങ്ങനെ വല്ലതായിരിക്കും. പിന്നെ കുറച്ചൊരു ഗ്രീനറി തീമിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു തീം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബബിൾസ് വരച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേസ്റ്റൽ പെയിൻറ്റ്സ് ഒക്കെ വെച്ച് ചെയ്യാം. അങ്ങനെയെല്ലാം ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട്. താഴെ തന്നെ ഞാൻ വേറൊരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. ആ ഒരു മറ്റേ ഒരു എന്താ പറയുക പോയിൻ്റ് ഡിസൈൻ വരുന്നതാണ്. ഇത്രയും ലേബിൾസാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തേണ്ടത്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു വാട്ടർമെലൺ ലുക്ക് വന്നു. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സ്റ്റാമ്പ്സ്. ഈ സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ കണ്ട ടൈപ്പ് ഓഫ് സ്റ്റാമ്പ്സ് ഒന്നും അല്ല, പക്ഷേ അങ്ങനത്തെ ഒരു സ്റ്റാമ്പ്സാണ്. ഞാൻ കട്ട് ചെയ്തെടുത്താൽ കൊള്ളായിരിക്കും. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു വിഗ്ലി രീതിയിൽ 4 സൈഡും കുറച്ച് വിഗ്ലി പാറ്റേൺ വരച്ചതിന് ശേഷം അതിനുള്ളിൽ ഒരു റെക്റ്റാങ്കിൾ വരച്ച് പിന്നെ അതിനുള്ളിലൊരു പോട്ട് വരയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു പോട്ടിനുള്ളിൽ ഒരു 2 ഫ്ലവേഴ്സ് വരച്ച് അങ്ങനെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്പാർക്ലിങ്സിൻ്റെയും അങ്ങനെ കുറച്ച് കോമിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ സെറ്റാണ്. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയൊക്കെയോ സംഭവിച്ചു. എല്ലാ നമ്മുടെ ഫോണൊക്കെ മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചൊരു സൺഫ്ലവർ വരച്ചു. പിന്നെ ഈ ഒരു ഡിസൈൻ ഇതിൽ കുറച്ച് ട്യൂലിപ്സ് പോലത്തെ വരച്ചത്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. അത് ഞാൻ വരച്ചു ഓൾറെഡി. എന്നിട്ട് നമുക്കിനി കളർ ചെയ്യുന്ന പെയിൻറ്റിങ് നോക്കാം. ഇത് ഞാൻ പീച്ച് കളറാണ് ഇതിന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത്. കൂട്ടത്തിൽ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഇത് മാത്രമാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ചെറിയാണല്ലോ, ആ ചെറിയത് കുറച്ച് കളർ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്രീൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ പാരൻസും സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഞാൻ അതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഇതും ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് പോളറോയിഡ്സ്. ഇതിൽ കാണിച്ച ഈ ഫോട്ടോയിലുള്ള പാറ്റേൺസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു കവായി ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോളറോയിഡ്സ് ആണെന്ന്. ഞാൻ ഫ്ലോപ്പ് ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തൊരു സാധനമാണ്. പക്ഷേ ഫ്ലോപ്പ് ആയില്ല, നല്ല സക്സസ് ആയിട്ട് കിട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ പോളറോയിഡിൽ ഗ്രിഡാണ് ഞാൻ ചെയ്യുന്നത്. പിങ്ക് കളർ ഗ്രിഡാണ് ചെയ്യുന്നത്. ഈ പോളറോയിഡിൻ്റെ പേപ്പേഴ്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ നമ്മുടെ പേപ്പർ എടുത്ത് 4 ആയിട്ട് മടക്കി കട്ട് ചെയ്തു. പക്ഷേ ഞാൻ 8 പേപ്പേഴ്സാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് 5 പേപ്പർ എടുത്തിട്ടുള്ളൂ. 8 പോളറോയിഡ്സ് ഉണ്ടാക്കാനൊരു മടി കാരണം. എന്നിട്ട് ഈ ഒരു പിങ്കിനുള്ളിൽ ലാവൻഡർ കളർ ഡിസൈൻ ചെയ്തു. എനിക്കിങ്ങനെ ഒരു ബണ്ണിയെ വരച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പെയിൻ്റ് അടിച്ചാൽ മതിയെങ്കിലും പെയിൻറ്റ് ഉണങ്ങുന്നവർ നിൽക്കാനുള്ളൊരു ക്ഷമയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഒട്ടിച്ചത്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല, ഒരു പാറ്റേൺ പേപ്പർ മാത്രമേ ഫുള്ള് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പിങ്ക് ഗ്രിഡ് ചെയ്തതിന് ശേഷം വേറൊരു പിങ്ക് ഗ്രിഡ് കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഈ ഒരു ബണ്ണിനെ ചെയ്തു. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരു ഫേവറേറ്റ് പാറ്റേൺ പോളറോയിഡ്. അതാണ് ആദ്യം കാണിച്ച ആ ഒരു പിങ്ക്. പിന്നെ ഈ ഒരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്, ഈ ഒരു ഗ്രീൻ കളറ്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു ബ്ലൂ കളർ. ഓക്കെ, അപ്പോൾ ഇത്രയും പോളറോയിഡ്സാണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാവുന്ന കുറച്ച്
സർക്കിൾ സ്റ്റിക്കേഴ്സ്. ബൈ ദ വേ നമ്മുടെ ലാസ്റ്റ് ഐറ്റമാണ് ഈ ഒരു സർക്കിൾ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കുറച്ച് സർക്കിൾസാണ് വരച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഇതിൽ. പിന്നെ ഗൈസ് ഈ ഒരു പേര് ഞാൻ ഇപ്പോൾ ഇട്ടതാണ്, എനിക്കിതിൻ്റെ പേര് എന്താണെന്നും അറിയില്ല. ഓക്കെ, അറിയാമെന്നുണ്ടെങ്കിൽ കമൻസ് പറയാം. ആ ഒരു ഫോട്ടോയിലുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഡിസൈൻസും എല്ലാം. അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ക്യൂട്ട് പിങ്ക് പേസ്റ്റൽ സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്താവോ. അപ്പോൾ ഞാൻ 2 ലാവൻഡർ ചെയ്യുന്നുണ്ട്, പിന്നെ 2 പീച്ച് കളർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഞാൻ ടൈം ലാപ്സ് ഇട്ട് കാണിക്കുന്നുണ്ട്. സ്ലോ ആയിട്ട് കാണിച്ച് കഴിഞ്ഞൊന്നും വീഡിയോ തീറ്റില്ല. പിന്നെ ഒരു യെല്ലോ കളർ, പിന്നെ ഒരു ബ്ലൂ കളർ. ഈ യെല്ലോയും ഗ്രീനും ഇപ്പോൾ അടിക്കാൻ പോകുന്ന ഈ ഒരു ഗ്രീനും രണ്ടും സെയിം പോലെ ഇരിക്കുന്നല്ലേ. പിന്നെ ഒരു ഡാർക്ക് പിങ്ക് കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിലെല്ലാം ഞാൻ കുറച്ച് ഡിസൈൻസും കൂടെ ചെയ്യുന്നുണ്ട് ഇതിനുള്ളിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസമല്ലേ കാണാനൊക്കെ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആണ്. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാം ഒന്ന് റിവൈൻഡ് ചെയ്ത് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടോ കാണിക്കണേ. അപ്പോൾ ഇത്രയും പാറ്റേൺസാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കവായി സ്റ്റിക്കേഴ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഈ ഒരു കവായി സ്റ്റിക്കേഴ്സ്. കണ്ടോ, അടുത്തായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വാഷി ടേപ്സാണ്. ഞാൻ 4 ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും 5 മറ്റതും കൂടെ കൂട്ടി കാണിക്കുന്നുണ്ട്. പിന്നെ ലേബിൾസ്, വാഷി സ്റ്റിക്കേഴ്സ്, സ്റ്റാമ്പ്സ്, പിന്നെ കുറച്ച് പോളറോയിഡ്സ്, പിന്നെ പോളറോയിഡ്സ് ഇതൊക്കെയാണ് ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. ഈ പാറ്റേൺസൊക്കെ എല്ലാം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്നാലും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട ആ ഒരു ഗ്രീനും പിങ്കുമാണ്. പിന്നെ ഒരു സർക്കിൾ സ്റ്റിക്കേഴ്സ്. ഓക്കെ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഗൈസ്? എനിക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻറ്റ്സ് പറയാൻ ആരും മറക്കണ്ട. എല്ലാം അടിപൊളി സാധനങ്ങളാണ്, ട്രൈ ചെയ്യാനും മറക്കണ്ട. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഗൈസ്.